Hello everyone, welcome back to Xylem Learning. It's me, Muhammad Shafiq VK, your chemistry teacher. മക്കളെ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ അടിപൊളിയായി പഠിച്ചു വരികയാണ്. ഇത് നമ്മൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് എന്തായാലും ചോദിക്കുന്ന എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയ ചർച്ച ചെയ്യാൻ പോവാണ്. ഈ ഒരൊറ്റ വീഡിയോയോട് കൂടിയിട്ട് നിങ്ങൾ അതിലെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാമെന്നുള്ള രൂപത്തിൽ നമുക്ക് ആക്കിത്തരാം. എനിവേ നമ്മൾ എന്തായാലും ഈ കാര്യം ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉറപ്പാണ്, എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കും. ഏതാണ് ആ ഏരിയ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അതിലേക്ക് എഴുതുന്നതിന് മുമ്പ് നമുക്ക് പീരിയോഡിക് ടേബിളിനെ പറ്റി മക്കൾക്ക് അറിയണമല്ലോ. പീരിയോഡിക് ടേബിൾ നമ്മൾ കഴിഞ്ഞ ഒരു പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ അതിൽ ഗ്രൂപ്പുകൾ ഉണ്ടെന്നും പീരീഡുകൾ ഉണ്ടെന്നും കുത്തനെയുള്ളവരെല്ലാം ഗ്രൂപ്പുകളെന്നും വിലങ്ങനെയുള്ളവരൊക്കെ പീരീഡുകളെന്നും വിളിക്കും. 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളുള്ള നമ്മളുടെ പീരിയോഡിക് ടേബിൾ ആണ് മോഡേൺ പീരിയോഡിക് ടേബിൾ, ഹെൻറി മോസ്ലിയുടെ ആധുനിക പീരിയോഡിക് ടേബിൾ എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ പീരിയോഡിക് ടേബിളിന്റെ ഭാഗങ്ങളെ നമ്മൾ ഇനി ഓരോന്ന് എടുത്തെടുത്ത് പഠിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം ഏതാ മക്കളെ? ഗ്രൂപ്പ് 1ഉം 2ഉം ഗ്രൂപ്പ് 13 മുതൽ 18ഉം ഇത്രയും ആളുകൾ ഒരൊറ്റ ഗ്രൂപ്പായിട്ടാണ് അല്ലെങ്കിൽ ഒരേ ഒരു പേരിലാണ് അറിയപ്പെടുക. മക്കളെ ആരൊക്കെയാന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 കൂടാതെ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള ഇത്രയും ഗ്രൂപ്പുകൾ, അതായത് മൊത്തം എത്ര ഗ്രൂപ്പുകളായി? 1 2 3 4 5 6 7 8 8 ഗ്രൂപ്പുകളെ ഇവരെ വിളിക്കുന്ന പേരാണ് പ്രധാന ഗ്രൂപ്പ് എലമെന്റ്സ് അഥവാ പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ, മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്നുള്ളത്. മക്കളെ അപ്പൊ ഏതൊക്കെയാ ഗ്രൂപ്പ്? ആദ്യത്തെ ചോദ്യം, ഏതാണ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്, പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് ചോദിച്ചാൽ മക്കൾ എഴുതണം ഗ്രൂപ്പ് 1 2 കൂടാതെ 13 മുതൽ 18 വരെയുള്ള ആ 8 ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രധാന ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ ഇവരുടെ പ്രത്യേകത എന്ന് നോക്കാം മക്കളെ. ആ ഗ്രൂപ്പുകളെ മാത്രം സാർ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കണേ, ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ് 13 14 15 16 17 18 അങ്ങനെ 8 ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ട്. മക്കളെ ഈ ഗ്രൂപ്പുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവയിൽ മെറ്റൽസ് ഉണ്ടാകും, നോൺ മെറ്റൽസ് ഉണ്ടാകും, മെറ്റലോയിഡുകൾ ഉണ്ടാകും. ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ ഈ 3 അടങ്ങിയിട്ടുള്ള ഗ്രൂപ്പുകളാണ് പ്രധാന ഗ്രൂപ്പുകൾ, മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത്. എന്താ ലോഹം എന്ന് മക്കൾക്ക് അറിയാം, മെറ്റൽ എന്താ മക്കൾക്ക് അറിയാം. ഇവിടെ ഈ കളറിൽ കാണുന്ന ഒക്കെ എന്താണ്? മെറ്റൽസ് ആണ്. എന്താണ് അലോഹം? നോൺ മെറ്റൽസ്, ഗ്യാസുകൾ അല്ലാത്ത സോളിഡ് ആയിട്ടുള്ള കാർബൺ, നൈട്രജൻ ഒക്കെ പോലെയുള്ള, കാർബൺ സൾഫർ ഒക്കെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ എന്താണ്? നോൺ മെറ്റൽസ് ആണ് മക്കൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ അഥവാ അലോഹങ്ങളാണ്. ഓക്കെ, എന്നാൽ മെറ്റലോയിഡിനെ പറ്റി മക്കൾക്ക് വലിയ ധാരണ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സാറ് പറഞ്ഞുതരാം. എന്താ ഉപലോഹങ്ങൾ? സിമ്പിളായി പഠിച്ചോ. മെറ്റലിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നും ചെയ്തു, നോൺ മെറ്റലിലേക്ക് എത്തിയതുമില്ല. അതായത് മെറ്റലിന്റെയും നോൺ മെറ്റലിന്റെയും നാച്ചർ ഒരുപോലെ കാണിക്കുന്ന അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് കാണിക്കുന്ന ആളുകളാണ് മെറ്റലോയിഡ്സ്. ഓക്കെ, എന്താണ് വാട്ട് ഈസ് മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, ദേ ബിഹേവ് ലൈക്ക് മെറ്റൽസ് ആൻഡ് ഓൾസോ നോൺ മെറ്റൽസ്. മെറ്റലിനെ പോലെയും നോൺ മെറ്റലിനെ പോലെയും ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ഈ പറയുന്ന മെറ്റലോയിഡ്സ്. ലോഹത്തെ പോലെയും അലോഹത്തെ പോലെയുമുള്ള സ്വഭാവം കാണിക്കുന്നവയാണെന്ത്? ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മക്കളെ ഈ ഗ്രൂപ്പ്, പ്രധാന ഗ്രൂപ്പ് എലമെന്റ്സിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. എന്തൊക്കെയാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്? സിമിലർലി ഇൻ പ്രോപ്പർട്ടീസ് ഇൻ എ ഗ്രൂപ്പ്. ഓക്കെ, ഗ്രൂപ്പിൽ സമാനമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു. മക്കളെ നോക്കിയേ, ഒരേ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഒരേ സ്വഭാവം കാണിക്കുന്നുള്ളത് ഇവരുടെ മെയിൻ പ്രത്യേകതയാണ്. പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങളുടെ, മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഒരേ സെയിം ഗ്രൂപ്പിലുള്ളതൊക്കെ സെയിം നാച്ചർ കാണിക്കും എന്നുള്ളത്. മറ്റൊന്നെന്താണ് മക്കളെ? മെറ്റൽ ഉണ്ട്, നോൺ മെറ്റൽ ഉണ്ട്, മെറ്റലോയിഡ് ഉണ്ട്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദേ റെപ്രസെന്റ് എലമെന്റ്സ് ബിലോങ്ങിങ് ടു ഡിഫറെന്റ് ഫിസിക്കൽ സ്റ്റേറ്റ്. വ്യത്യസ്ത ഭൗതികാവസ്ഥയിലുള്ള ആറ്റങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അതായത് ഇതിൽ ലിക്വിഡും ഗ്യാസും സോളിഡും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ മെറ്റൽസ് ഒക്കെ സോളിഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആളുകളുണ്ട്, ഇതിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ആളുകളുണ്ട്. ഇനി അതേപോലെ തന്നെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ആളുകളുണ്ട്. അതായത് 3 തരം ഫിസിക്കൽ സ്റ്റേറ്റുകളും ഈ പറയുന്ന പ്രധാന ഗ്രൂപ്പ് എലമെന്റ്സിൽ ഉണ്ട് എന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത് എന്താണ്? യെസ്, എന്തുകൊണ്ടാണ് ഇവർ ഗ്രൂപ്പിൽ സമാനമായ സ്വഭാവങ്ങൾ കാണിക്കാനുള്ള കാരണം എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മക്കളെ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 13 14 15 16 17 18 അത്രയും ഗ്രൂപ്പിലെ ആദ്യത്തെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പീരീഡാണ് സാർ ഇവിടെ കാണിച്ചിട്ടുള്ളത്. മക്കളെ മനസ്സിലാക്കി വെക്കണേ. ഇതെന്താന്നുള്ളത് സാർ ഒന്ന് പീരിയോഡിക് ടേബിൾ പറഞ്ഞുതരാം. അതായത് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 പിന്നെ ഇത്രയും ഭാഗങ്ങൾ, അതായത് ഈ ഒരു കഷ്ണത്തെയാണ് ഇപ്പോൾ അവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കഷ്ണത്തെയാണ് ഇപ്പോൾ അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടാമത്തെ പീരീഡാണ്, ഇത് മൂന്നാമത്തെ പീരീഡാണ്. പീരീഡ് എന്താ, ഗ്രൂപ്പ് എന്താന്നൊക്കെ കഴിഞ്ഞ പാർട്ടിൽ സാർ പറഞ്ഞിട്ടുണ്ട്. അറിയാത്ത മക്കൾ എന്ത് ചെയ്യണം? അത് പോയി കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ മക്കൾ നോക്കിയാൽ ഇവിടെ വളരെ സിമ്പിളായി മനസ്സിലാക്കി വെക്കടാ. ഗ്രൂപ്പ് 1ലുള്ള ആളുകളൊക്കെ അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. ഗ്രൂപ്പ് 2ലുള്ള ആളുകളുടെ ഒക്കെ അവസാനത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ നിങ്ങളൊരു കാര്യം സിമ്പിളായി പഠിച്ചു വെച്ചോ. ഏതൊരു എലമെന്റ് തന്നാലും അതിന്റെ അവസാനത്തെ ഷെല്ലിൽ
ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ അത് ഗ്രൂപ്പ് 1 എലമെന്റ് ആയിരിക്കും. ഏതൊരു എലമെന്റ് തന്നിട്ടും അവസാനത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണെങ്കിൽ അത് ഗ്രൂപ്പ് 2 എലമെന്റ് ആയിരിക്കും. അപ്പൊ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. ഒന്നാമത്തെ ഗ്രൂപ്പിലെയും രണ്ടാമത്തെ ഗ്രൂപ്പിന്റെയും ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. ഓക്കെ, ഇനി മക്കളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് സാറ്. എക്സ് എന്ന എലമെന്റ് ഉണ്ട്, അതിന്റെ അറ്റോമിക് നമ്പർ 19 ആണെന്ന് പറയാണ്. 2,8,8,1 എന്നാണ് നമ്മൾ 19 ഉള്ളതിനെ എഴുതുക. അങ്ങനെയാണെങ്കിൽ മക്കൾ പറഞ്ഞ് ലാസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അല്ലേ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സ് ഏത് ഗ്രൂപ്പിലുള്ളതായിരിക്കും? ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ളതായിരിക്കും. ഇനി മക്കൾ മനസ്സിലാക്കി വെച്ചോ, എന്തുകൊണ്ടാണ് സമാനമായ സ്വഭാവം കാണിക്കാൻ കാരണം മനസ്സിലായില്ലേ? എല്ലാവരുടെയും അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ തുല്യമാണ്. ഒരു ഗ്രൂപ്പിലെ എല്ലാ ആളുകളുടെയും അവസാനത്തെ ഇലക്ട്രോൺ ഒക്കെ സെയിം ആണ്. അതുകൊണ്ടാണ് അവരൊക്കെ സ്വഭാവം ഒരുപോലെ കാണിക്കാനുള്ള കാരണം. ഓക്കെ, റെഡി? എനിവേ, അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പുകാരെയും രണ്ടാമത്തെ ഗ്രൂപ്പുകാരെയും കണ്ടുപിടിക്കുന്ന വിധം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 13ാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താ? അവസാനത്തെ ഷെല്ലിൽ 13 ആണോ? അല്ല കേട്ടോ, അവസാനത്തെ ഷെല്ലിൽ എത്ര മക്കളെ? 3 ആണ്. ആഹാ, അങ്ങനെയാണെങ്കിൽ ഒരു 10ന്റെ ഗ്യാപ്പ് ഉണ്ട് അല്ലെ? ഇനി 14ാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ 4 ആണ്. 15ാമത്തെ ഗ്രൂപ്പ് ആണെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ 5 ആണ്. 16 ആണെങ്കിൽ 6 ആണ്. 17 ആണെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ 7 ആണ്. 18 ആണെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ എത്ര? 8 ആണ് എന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ സാർ ഒരു എലമെന്റ് ഇങ്ങനെ പറയാണ്, വൈ എന്നൊരു എലമെന്റ് ഉണ്ട്, അറ്റോമിക് നമ്പർ 13 ആണ്. എഴുതി നോക്കിയപ്പോൾ 2, 8, 3 എന്ന് കിട്ടി. അപ്പൊ സാർ ഇപ്പൊ പറഞ്ഞു അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ നോക്കി ഗ്രൂപ്പ് കണ്ടെത്താന്നുള്ളത്. പക്ഷേ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം ആണെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ നമ്പർ എന്താണോ അത് തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ. അതിൽ കൺഫ്യൂഷൻ ഇല്ല. പക്ഷേ ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള നമ്മൾ ഒരു കാര്യം ചെയ്യണം. അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺ മാത്രം എടുത്താൽ പോരാ. ഇവിടെ നോക്കിയേ, 3 ആണെങ്കിൽ 13 ആണ് ഗ്രൂപ്പ്. അങ്ങനെയാണ് ഒരു 10ന്റെ വ്യത്യാസം ഉണ്ട് അല്ലേ? 3 + 10 13. ഇനി 4 ആണെങ്കിൽ ഗ്രൂപ്പ് എത്ര? 14 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു 10ന്റെ വ്യത്യാസം ഉണ്ട്. 4 + 10 14, 5 + 10 15. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അവസാനത്തെ ഷെല്ലില് ലാസ്റ്റ് ഷെല്ലില് 3 മുതലുള്ള നമ്പർ ആണെങ്കിൽ 1ഉം 2 ആണെങ്കിൽ ആ നമ്പർ തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ. എന്നാൽ 3 മുതൽ മുകളിലോട്ടുള്ള നമ്പർ ആണെങ്കിൽ 10 ആഡ് ചെയ്ത് കൊടുക്കുക. എത്ര ആഡ് ചെയ്യുക? 10 ആഡ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഗ്രൂപ്പ് എന്തായിരിക്കും? 3 + 10 ദാറ്റ് ഈസ് എത്രയായിരിക്കും? 13. 13ാമത്തെ ഗ്രൂപ്പിലുള്ള ആളുകളായിരിക്കും ഈ പറയുന്ന വൈ എന്ന് പറയുന്നത്. സെറ്റാണോ? ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാ നമ്മൾ കണ്ടെത്താൻ നമ്മൾ പഠിച്ചു. ഇനി അതിലേക്ക് വരാം സാറ്. എനിവേ, പീരീഡ് നമ്പർ കണ്ടെത്താൻ ഒരു ട്രിക്ക് ഉണ്ട് മക്കൾ. നോക്കിയേ, വളരെ സിമ്പിൾ ട്രിക്കാണ്. പീരീഡ്, രണ്ടാമത്തെ പീരീഡ് ആണിത്. ഇതിലുള്ള എല്ലാ ആറ്റങ്ങൾക്കും 2 ഷെല്ലല്ലേ ഉള്ളൂ. കണ്ടോ? ലിഥിയം 2,1 2 ഷെല്ലേ ഉള്ളൂ. ബെറിലിയം 2,2 2 ഷെല്ലേ ഉള്ളൂ. ബോറോൺ 2,3 2,3 2 ഷെല്ലേ ഉള്ളൂ. 2,4 2 ഷെല്ലേ ഉള്ളൂ. 2,5 2 ഷെല്ലേ ഉള്ളൂ. 2,6 2 ഷെല്ലേ ഉള്ളൂ. 2,7 അവിടെ 2 ഷെല്ല്. അതായത് പീരീഡ് 2 ആണെങ്കിൽ അവയുള്ള ആറ്റങ്ങൾക്കൊക്കെ 2 ഷെല്ലേ ഉണ്ടാകുന്നുള്ളൂ. പീരീഡ് 3 ആണെങ്കിൽ എല്ലാ ആറ്റങ്ങൾക്കും എന്താണ്? 3 ഷെല്ല് വീതാണുള്ളത്. അതായത് ഷെൽ നമ്പർ എന്താണോ അതിനനുസരിച്ചിരിക്കും അതിന്റെ പീരീഡ് നമ്പർ. 2 ഷെല്ലാണെങ്കിൽ അത് പീരീഡ് 2 ആണ്. 3 ഷെല്ലാണെങ്കിൽ അതെന്താണ്? പീരീഡ് 3 ആണ്. അങ്ങനെയാണ് എൻ്റെ മക്കളൊന്ന് പറഞ്ഞ്. ഇവിടെ 4 ഷെല്ലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പീരീഡ് എന്തായിരിക്കും? പീരീഡ് 4 ആയിരിക്കും. ഓക്കെ, ഇവിടെ 3 ഷെല്ലുണ്ട്. അപ്പൊ ഇവിടെ പീരീഡ് എന്തായിരിക്കും? പീരീഡ് 3 ആയിരിക്കും. ഈ പറഞ്ഞ കാര്യമാണ് സാർ ഇവിടെ എഴുതിയിട്ടുള്ളത്. പീരീഡ് നമ്പർ എങ്ങനെ കണ്ടെത്തുക? ഷെൽ നമ്പർ എത്ര നോക്കിയാൽ നമുക്ക് പീരീഡ് നമ്പർ കിട്ടും. ഗ്രൂപ്പ് നമ്പർ കാണാനായിട്ട് ഗ്രൂപ്പ് 1ഉം 2ഉം ആണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ലാസ്റ്റ് ഷെല്ല്, അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ നോക്കിയാൽ മതി. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2നും മാത്രം കേട്ടോ. ഗ്രൂപ്പ് 1നും ഗ്രൂപ്പ് 2നും മാത്രം തെറ്റിക്കരുത്. ഇതാണ് നിങ്ങൾക്ക് തെറ്റുക. നിങ്ങൾ എന്ത് ചെയ്യും? അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ നോക്കിയാൽ ഗ്രൂപ്പ് കിട്ടും, നിങ്ങൾ പഠിച്ചു വെക്കും. പക്ഷെ എപ്പോഴും അത് പോസിബിൾ അല്ല. അത് ആകെ 2 ഗ്രൂപ്പിന് മാത്രമാണ്. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം മാത്രമാണ്. ഗ്രൂപ്പ് 13 മുതൽ 18 വരെ ആണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചു. ഗ്രൂപ്പ് 13 മുതൽ 18 വരെ ആണെങ്കിൽ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണിനോട് എത്ര കൂട്ടി കൊടുക്കുക? 10 കൂട്ടി കൊടുക്കുക. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ലാസ്റ്റ് ഷെൽ പ്ലസ് 10 10 കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ചെയ്ത് നോക്കാം. മക്കളെ, നിങ്ങൾക്ക് എക്സാമിന് ഒരിക്കലും കാർബൺ എന്നോ നൈട്രജൻ എന്നോ ഓക്സിജൻ എന്നോ എന്നൊക്കെ തരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അവർ തരിക എക്സ്, വൈ, സെഡ്, എ, ബി, സി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള റിയൽ അല്ലാത്ത സിമ്പിൾസ് ആണ് തരിക. ഒരു എക്സാമ്പിൾ സാറ് പറയാം. എ എന്നുള്ള ഒരു എലമെന്റ് ഉണ്ട്. ആ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 11 ആണെന്ന് മക്കളോട് പറയാണ്. ഇത് എത്രാമത്തെ ഗ്രൂപ്പിലാണ്, എത്രാമത്തെ പീരീഡിലാണ് നിങ്ങളോട് കണ്ടെത്താൻ പറയാണ്. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ട എന്താ? ഒന്നാമത്തെ ചാപ്റ്ററിൽ മക്കൾ വളരെ സിമ്പിൾ ആയി പഠിച്ചു വെച്ച കാര്യം ഉണ്ടല്ലോ. എന്താണത്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക, ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ A11 എന്ന് പറയുന്നത്
ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കൊള്ളും, മൂന്നാമത്തെ ഷെല്ലിൽ ഇനി ബാക്കി എത്ര ഉള്ളത് 2, 8, അപ്പോൾ 10 ആയി. ഇനി ബാക്കി എന്താ ഉള്ളത് 1 ഉള്ളത്. അപ്പോൾ ലാസ്റ്റ് 1. യെസ്, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാ കാണുക. അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോൺ നോക്കുക. അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോൺ 1 ആണെങ്കിൽ ഗ്രൂപ്പ് 1 തന്നെയാണ്. അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോൺ 2 ആണെങ്കിൽ ഗ്രൂപ്പ് 2 തന്നെയാണ്. അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോൺ 3 ആണെങ്കിൽ ഗ്രൂപ്പ് 3 അല്ല, 10 കൂട്ടുക, അപ്പോൾ 13 ആയിരിക്കും. എനിവേ നോക്കണേ, ഇനി പീരീഡ് നമ്പർ നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പീരീഡ് നമ്പർ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പീരീഡ് നമ്പർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര ഷെല്ലുണ്ട് നോക്കുക. 1, 2, 3 ഷെല്ല്. പീരീഡ് നമ്പറും ഷെൽ നമ്പറും എന്താണ്, സമമായിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 ഷെല്ലാണെങ്കിൽ ഇത് പീരീഡ് 3-ലുള്ള ആളായിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഉള്ള ഒരാളെ പറഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സാറ് പറഞ്ഞതൊക്കെ ശരിയാണോ, സാറ് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. മക്കളെ നോക്കി. യെസ്, ഫ്ലൂറിൻ 9 അറ്റോമിക് നമ്പർ. ഞാൻ എഴുതുന്നു 2,7. ലാസ്റ്റ് ഷെല്ലിൽ 7 ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് എങ്ങനെയാ കിട്ടുക? 7 എഴുതിയാൽ മതിയോ? അല്ല, 7നോട് എത്ര കൂട്ടണം? 10 കൂട്ടണം. അപ്പം എന്താ കിട്ടുക? 17ാമത്തെ ഗ്രൂപ്പിലാണ് ഫ്ലൂറിൻ ഉള്ളത് എന്നാണ് നമ്മൾ കണക്ക് പറയുന്നത്. റെഡി? പീരീഡ് നമ്പർ എങ്ങനെ കിട്ടുക? പീരീഡ് നമ്പർ ഷെൽ നമ്പർ നോക്കിയിട്ട് എത്ര ഷെല്ലുണ്ട്? 2 ഷെല്ല്. അങ്ങനെയാണെങ്കിൽ പീരീഡ് നമ്പർ എത്ര? 2. ദാറ്റ് മീൻസ് 2ാമത്തെ പീരീഡിൽ 17ാമത്തെ ഗ്രൂപ്പിൽ ഫ്ലൂറിൻ ഉണ്ടാകുമെന്ന് നമ്മളുടെ കണക്ക് പറയുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2ാമത്തെ പീരീഡ് 1, 2, ഇതാണ് 2ാമത്തെ പീരീഡ്. ഈ പീരീഡിൽ 17ാമത്തെ ഗ്രൂപ്പ് 1, 2, 3, 4, 5, 6, 7, 9, 10, 13, 14, 15, 16, 17ാമത്തെ ഗ്രൂപ്പിൽ കണ്ടോ ഫ്ലൂറിൻ അവിടെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ മെച്ചം. ഓക്കെ, എന്നാൽ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. മക്കളെ നോക്കണേ, ഇങ്ങനെ ഏതും നിങ്ങൾക്ക് കണ്ടെത്താം. പ്രധാന ഗ്രൂപ്പ് മൂലകങ്ങൾ മാത്രം കേട്ടോ. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഗ്രൂപ്പും പീരീഡും കണ്ടെത്തുന്നതിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ബാക്കിയുള്ള ഗ്രൂപ്പുകളൊന്നും നമ്മളിപ്പോൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ ഇടയിലുള്ള 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് ഉണ്ട്. ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും, സംക്രമണ മൂലകങ്ങൾ എന്ന് പറയും. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പറയുക. അതിന്റെ ഗ്രൂപ്പും പീരീഡും നമ്മളിപ്പോൾ ഇതേമാതിരിയല്ല കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. യെസ്, ഞാനൊരു റിയൽ അല്ലാത്തൊരു സിമ്പിളിനെ പറ്റി സാറ് പറയാം. ഓക്കെ, എക്സ് എന്നൊരു ആറ്റം ഉണ്ട് എന്ന് വിചാരിച്ചു. എക്സ് ഏതോ ഒരു ആറ്റം ആണ്, നമുക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്ന ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ മക്കളെ എത്രയാണടാ? അറ്റോമിക് നമ്പർ ഓക്കെ ഒരു 16 ആണ്, 16 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതാം 2,8,6 എന്ന് എഴുതാം. അവസാനത്തെ ഷെല്ലിൽ 6 ആണ്. അപ്പൊ അവസാനത്തെ ഷെല്ലിൽ 6 ആണെങ്കിൽ ഗ്രൂപ്പ് 6 എന്ന് എഴുതോ? ഇല്ല, 6നോട് എത്ര കൂട്ടണം? 10 കൂട്ടണം. ഓക്കെ, എപ്പം മാത്രമാണ് 10 കൂട്ടേണ്ടത്? അവസാനത്തെ ഷെല്ലിൽ 1 or 2 ആണെങ്കിൽ മാത്രം 10 കൂട്ടേണ്ട ആ നമ്പർ എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് എത്ര കിട്ടും? ഇവിടുത്തെ ഗ്രൂപ്പ് നമുക്ക് 16 കിട്ടും. 16ാമത്തെ ഗ്രൂപ്പാന്ന് കിട്ടും. പീരീഡ് നമ്പറോ? പീരീഡ് നമ്പർ ഷെൽ നമ്പറിനോട് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 ഷെല്ലുണ്ട്. ദാറ്റ് മീൻസ് ഇത് 3ാമത്തെ പീരീഡിലായിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമല്ലോ. മക്കളെ ഉറപ്പിച്ചോ, ഇങ്ങനെയുള്ള ചോദ്യം നിങ്ങളുടെ എക്സാമിന് ഉണ്ടായിരിക്കും. അതില്ലാതെ നിങ്ങൾ എക്സാം ഒരിക്കലും കടന്നു പോകില്ല. ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരാളെ കൂടി ചെക്ക് ചെയ്യാം. കാൽസ്യം ഒരു റിയൽ ആയിട്ടുള്ള സിമ്പിൾ ആണ്. 20 ആണ് അറ്റോമിക് നമ്പർ. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. കാൽസ്യത്തിന്റെ കോൺഫിഗറേഷൻ ചെയ്താ 2,8,8,2 എന്നാണ്. ലാസ്റ്റ് ഷെല്ലിൽ എത്രയാണ്ടാ? 2 ആണ്. ലാസ്റ്റ് ഷെല്ലിൽ 2 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എന്താ? 2 + 10 എന്ന് എഴുതണോ? വേണ്ട, 2 എന്ന് എഴുതിയാൽ മതി. എപ്പോഴൊക്കെയാണ് വീണ്ടും വീണ്ടും സാറ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ ഇതാണ് തെറ്റിക്കുക. ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യണമായിരുന്നു നിങ്ങൾ മറന്നുപോകും. അപ്പൊ സിമ്പിളായി പഠിച്ചു വെക്ക്. വളരെ സിമ്പിൾ ലോജിക്കാണ്. ലാസ്റ്റ് ഷെല്ലിൽ 1 അല്ലെങ്കിൽ 2 ആണെങ്കിൽ ആ നമ്പർ തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ. ലാസ്റ്റ് ഷെല്ലിൽ 3 അതിലധികമോ ഉള്ള നമ്പർ ആണെങ്കിൽ മാത്രമേ 10 ആഡ് ചെയ്തിട്ട് ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താവൂ. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഷെല്ലിൽ 2 ആണ്. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്? ഗ്രൂപ്പ് നമ്പർ 2 തന്നെയാണ്. ഇനി പീരീഡ് നമ്പർ കിട്ടണം. പീരീഡ് നമ്പർ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ഷെൽ നമ്പർ എണ്ണ 1, 2, 3, 4. 4 ഷെല്ലുണ്ട്. ദാറ്റ് മീൻസ് 4ാമത്തെ പീരീഡിലായിരിക്കും. ഓക്കെ, റെഡി ആണല്ലോ? കുഴപ്പമില്ലല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം, സാറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ സാർ ഇവിടെ തരാം. ഇതിന്റെ ഒരു ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏരിയ ഏതാണോ എന്നുള്ളത് കമന്റ് ബോക്സിൽ ഇടുക. ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഇടുക. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്നുള്ള ആ ഒരു ആവേശവും കമന്റ് ബോക്സിൽ കാണിക്കുക. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നു എലമെന്റ് ഏതാ? ഒരു ബി എന്ന് പറഞ്ഞ ഏതോ എലമെന്റ് ആണ് കേട്ടോ. ബി എന്ന് പറഞ്ഞ ഏതോ എലമെന്റ് ആണ്. അതിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. മക്കളെ, ഇതിന്റെ ഗ്രൂപ്പ് നമ്പറും ഗ്രൂപ്പ് ഈസ് ഈക്വൽ ടു അതേമാതിരി പീരീഡ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് മക്കളൊന്ന് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്തിടുക.
തീർച്ചയായിട്ടും ഈ എക്സാമിന് നിങ്ങളുടെ ഇങ്ങനെയുള്ള ചോദ്യം വന്നാൽ എൻ്റെ മക്കൾ എല്ലാവരും ആൻസർ ചെയ്യുന്നുള്ള ശുഭപ്രതീക്ഷ വെക്കാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക മക്കളെ. നിങ്ങളുടെ ഈ അറിവ് മാത്രമേ നിങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗപ്പെടുകയുള്ളൂ. നിങ്ങൾ വേറെ എന്ത് നമ്മൾ കെട്ടിപ്പടുത്തിട്ടും കാര്യമല്ല, അതൊക്കെ നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുന്നുള്ളത് നമ്മളുടെ സഹോദരങ്ങളുടെ എക്സാമ്പിളിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. വയനാട്ടിൽ നമുക്ക് എന്താ പറയുക, അത്രയും വിഷമമുള്ള കാര്യമാണ്. എല്ലാം നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരും, എല്ലാത്തിനും നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരും. എഡ്യൂക്കേഷനിലൂടെ നമ്മളെല്ലാം കൊണ്ടുവരും. ഓക്കെ, നമ്മൾ പഠിച്ച അറിവ് മാത്രമാണ് നമ്മൾ എത്ര തകർച്ചയിൽ നിന്ന് നമ്മൾ ഉയർന്നങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, നമ്മളുടെ കൾച്ചർ, നമ്മളുടെ സംസ്കാരം, നമ്മളുടെ എന്താ പറയുക അറിവ്, ഇതൊക്കെയാണ് നമുക്ക് ഉപകാരപ്പെടുക. അതല്ലാണ്ട് നമ്മൾ അഹങ്കരിച്ച ഓരോ വസ്തുവും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. നന്നായിട്ട് പഠിക്കുക മക്കളെ. നല്ല ഉന്മേഷവാനമായിട്ട് എത്ര ആണെങ്കിലും നിങ്ങൾ പഠിക്കുക. പഠനം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പോർഷനായിട്ട് സാർ ഇനിയും വരും. അപ്പോൾ കാണാം. സൈനിങ് ഓഫ്.